തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇന്നലെ വന്ന കാർ എന്തിയെ? ഡാഡി അതുമായിട്ട് കൊച്ചിനിലേക്ക് പോയി. ബ്ലാക്ക് ഹെയർ മമ്മി ക്ലബിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ഞാനിന്ന് സിസ്റ്ററുടെ കാറത്ത് പോന്നു. അപ്പൊ അർജുന് സ്വന്തമായിട്ട് കാറൊന്നും ഇല്ലേ? 3 കാറുകളും എന്റെ പേരിലാടോ. പിന്നെ പോരാത്തന് ഡാഡിയുടെയും മമ്മിയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത വേറെയും വണ്ടികൾ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് എനിക്ക് സെപ്പറേറ്റ് കാറ്? എനിക്ക് സിമ്പിൾ ലൈഫാണ് താല്പര്യമെന്ന് തനിക്കറിഞ്ഞൂടെ? നമുക്കിവിടുന്ന് ഐസ്ക്രീം കഴിച്ചാലോ? ധ്വനി, സ്റ്റാർ ഹോട്ടലുകളും മാളുകളും പരിചാരകരും അവിടുത്തെ ശ്വാസം മുട്ടിക്കുന്ന ഗന്ധങ്ങളും ഒക്കെ വെറുത്തു. സത്യം പറഞ്ഞ തട്ടുകടയിലെ സമോറിൽ ഉണ്ടാക്കിയ ഒരു ചായ കുടിക്കാൻ എനിക്ക് കൊതിയ. നല്ല ചായ കിട്ടുന്ന ഒരു കൊച്ചു കട അടുത്തുണ്ട്. അവിടുത്തെ ചായ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റാ. ഇവിടെ എനിക്കൊരു 5 മിനിറ്റ് പണിയുണ്ട്. എന്നെ അത് ഡാഡി ഏൽപ്പിച്ചതാ. ഞാനത് തീർത്തിട്ട് ഇപ്പൊ വരാം. അതിനു മുമ്പ് ഈ കോടീശ്വരന്റെ ഭാരം ഞാനൊന്ന് അഴിച്ചു വെക്കട്ടെ. കുടിക്ക്. വാവ്, ഇറ്റ്സ് സൂപ്പർ. ഇത്രയും നല്ല ചായ അശോകന്റെ കടയിലല്ലാതെ ലോകത്ത് ഒരിടത്തും കിട്ടത്തില്ല. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഈ സിംപ്ലിസിറ്റിയൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. നല്ല ചായല്ലേ? അവനെ പോലെ ഡൗൺ ടു എർത്ത് ആയൊരു കോടീശ്വരനെ മഷിയിട്ട് നോക്കിയ പോലും കിട്ടില്ലേച്ചി. സ്വത്തിലും ബിസിനസ്സിലും ഒന്നും അവന് ഒരു താല്പര്യമില്ല. ഒരു തുണിസഞ്ചി സ്ലിപ്പർ ഉണ്ടെങ്കിൽ അവൻ ഈ ലോകത്തിന്റെ ഏത് കോണിലേക്കും പോവും. ഒരു പ്രണവ് മോഹൻലാൽ സ്റ്റൈല്. ഒരു കോടീശ്വരനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് നീ ആഗ്രഹിക്കുന്നത് ആഡംബര പാർട്ടികളും വില കൂടിയ കാറും പോഷ് ജീവിതമൊക്കെ അല്ലേ? പിന്നെങ്ങനെ നിങ്ങൾ തമ്മിൽ സിങ്കാവും? ഉള്ള സൗഭാഗ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ അർജുന ഞാൻ സമ്മതിക്കില്ലേച്ചി. അവനെ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് മാറ്റിയെടുക്കും. എന്നാൽ ഇത്രയും പണക്കാരനായ അവൻ നിന്റെ കൂടെ PSC കോച്ചിങ്ങിന് ചേർന്നിരിക്കുന്നതേ അതിശയാ. ഇക്കാര്യം ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടേച്ചി. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? ഒരു സർക്കാർ ജോലി എന്റെ സ്വപ്ന. എന്നാലും എനിക്കറിയാം എന്റെ വീട്ടുകാരെന്നെ അതിനൊന്നും അയക്കില്ല. എന്ത് ചെയ്യാം, ബിസിനസ്സില് എന്റെ ഡാഡിയുടെ പാരമ്പര്യം പിന്തുടരാനാ എന്റെ വിധി. അതുകൊണ്ട് തന്നെ ഞാൻ PSC ടെസ്റ്റ് എഴുതുന്നത് ജോലിക്ക് പോകാൻ വേണ്ടിയൊന്നും അല്ല. പിന്നെ ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിൽ പേര് വരുന്നതും അഡ്വൈസ് മെമ്മോ കളക്ട് ചെയ്യുന്നതും എന്റെ ഒരു ഹോബിയാ. സമയം കിട്ടിയാൽ IAS വരെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വെറുതെ കിട്ടിയാ രാജിവെക്കാൻ വേണ്ടി മാത്രം. അർജുൻ, ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ഒരു കോടീശ്വരനായി ജീവിക്കാനാ അർജുന്റെ വിധി. അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോണം. വളരെ വിചിത്രമായ ഹോബിയാ നിന്റെ ഫ്രണ്ടിന്റേത്. എന്നാലും എനിക്ക് തോന്നുന്നതേ അവൻ നിന്നെ പ്രേമിക്കാൻ വേണ്ടി കോച്ചിങ്ങിന് വരുന്നതാവൂന്നാ. ചിലപ്പോ ആയിരിക്കും. ഈ ഗജനി സിനിമയിൽ അങ്ങനെയാ. പക്ഷെ അതിലെ ഹീറോ കാശുകാരനാണെന്ന് ഹീറോയിൻ തിരിച്ചറിയുന്നില്ല. പക്ഷെ
ഒറ്റ നോട്ടത്തിൽ തന്നെ അവനൊരു കോടീശ്വരനാണെന്ന് മനസ്സിലാക്കി. മാളു ആ എന്തായാലും നീ ദോശ ഉണ്ടാക്ക്, അനുപേട്ടൻ കഴിക്കാനിരുന്നു. ഓക്കേ. ഞാൻ ഇവിടെ എത്തി. അല്ലല്ല, ജോലി സ്ഥലത്തെത്തിയില്ല. ഇവിടെ എത്തിയിട്ട് സാറിനെ വിളിക്കാനാ പറഞ്ഞത്. ഞാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ എന്നെ വിളിച്ചല്ലോ. ആളെത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് സാറ് പറഞ്ഞ പെൺകുട്ടി, ശില്പ. സാറിനെ വിളിച്ച ആളെത്തിയെന്ന് പറ. ശരി അമ്മേ, ഞാൻ ജോലി സ്ഥലത്ത് എത്തിയിട്ട് അമ്മയെ വിളിക്കാം. അച്ഛനോടും കീർത്തിയോടും പറഞ്ഞാൽ മതി. ശരി. സർ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ആ സർ, ഒരു ചുവന്ന വണ്ടിയല്ലേ? ആ, വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് സർ. ആ ഓക്കെ സർ. താമസിക്കാൻ അറേഞ്ച് ചെയ്ത സ്ഥലത്ത് പോയി ഫ്രഷ് ആയിട്ട് ഞാൻ ഓഫീസിലേക്ക് വരാം. ഓക്കെ സർ. ഞാൻ ശില്പ, കോട്ടയത്ത് രാമപുരത്ത് നിന്ന് വരാം. മാഡം കയറിക്കോളൂ. ആ സാർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആ ദേ, ധ്വനി ഏതോ കോടീശ്വരനെ കറക്കിയെടുത്തെന്നാ പറയുന്നത്. ഇന്ന് സ്വപ്നം കാണുന്നത് അവനെയാ. രാവിലെ എനിക്കും കിട്ടി നല്ലൊരു തൊഴി. നിനക്കറിയോ, പണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഒരു കോടീശ്വര ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നായിരുന്നു. ഞാനോ തേഞ്ഞു. ഇനി അവളെങ്കിലും ഒരു മൾട്ടി മില്യണറെ കറക്കിയെടുത്ത് രക്ഷപ്പെടട്ടെ.